എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും, നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു മുള്ളാത്ത, ഏകദേശം മൂപ്പായ ഒരു മുള്ളാത്തയുടെ ചക്ക ഒരു കുപ്പിയിൽ, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുപ്പിയിൽ ഉള്ളിലാണ് നിങ്ങൾ കാണുന്നത്. അതെങ്ങനെയാണ് അത് കുപ്പിയിലാക്കുന്നത്? 100% പ്രൊട്ടക്ഷൻ എങ്ങനെ നമുക്കൊരു പഴത്തിന് കൊടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരു സ്വീറ്റ്സിൻ്റെ ബോട്ടിൽ നമ്മുടെ ജംഗ്ഷനിലൊരു കടയിൽ നിന്ന് അവർ ഫ്രീ ആയിട്ട് തരും. കാലിക്കുപ്പി ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു കൊണ്ടു. അതിൻ്റെ ഒരു സൈഡ് അടി വരെ കംപ്ലീറ്റ് കട്ട് ചെയ്തു. അടിയിലൊരു 2-3 ഹോൾ ഇട്ടു. കമ്പി ചൂടാക്കി, അല്ലെങ്കിൽ അയൺ ഉപയോഗിച്ച് ചെയ്യാം, സോൾഡറിങ് അയൺ ചൂടാക്കി. ചുവന്ന അടപ്പ് നമ്മൾ നെടുകയൊന്ന് പിളർന്നു, ഫുള്ളായിട്ടല്ല, ഭാഗികമായിട്ട്. എന്നിട്ട് സെൻറ്ററിൽ ഞെട്ടിക്ക് പാകത്തിന് ഒരു റൗണ്ട് ഇട്ടിട്ടുണ്ട്. അടപ്പ് പിളർന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പഴം നമ്മൾ കുപ്പിയിലാക്കി ഒന്ന് അകത്തി കൊടുത്താൽ, ആ 2 സൈഡൊന്ന് വലിച്ചിട്ട് അങ്ങോട്ട് മുകളിലേക്ക് പൊന്തിച്ചാൽ പഴം കുപ്പിടകത്തായി. ഇതാ മൂടി വെച്ചു. മൂടി വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്യാം. നമുക്ക് തിരിച്ച് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോ ബഡി വിൽ ടച്ച് ഇറ്റ്. ഒരു കിളിയോ ഒരു വവ്വാലോ കാക്കയോ ആരും തൊടില്ല. ഒരു ടെൻഷനും വേണ്ട, പഴം പഴുത്ത അതിൻ്റെ ഉള്ളിൽ കിടന്നോളും. ഇനി ഒരു ഫർദർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആ നെക്കിൽ 2 ഓട്ടയിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ. അതിൽ കൂടെ ഒരു ചെറിയ കമ്പി ഇടുകയാണ്. ആ കമ്പി മുകളിലേക്ക് ബെൻഡ് ചെയ്ത് മൂടി അടക്കം കെട്ടി അതിൻ്റെ ഞെട്ടിൻ്റെ കുറച്ച് മുകളിലായിട്ട് നല്ല ബലമുള്ള ആ ചില്ലയുടെ ഭാഗത്ത് കമ്പി ചുറ്റി ഉറപ്പിച്ചു. ഇനി വി ക്യാൻ ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ്. അതിനെപ്പറ്റി ചിന്തിക്കുക വേണ്ട. ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ ഇത് പഴുക്കും. 2 ആഴ്ച കഴിഞ്ഞ് അവിടെ ചെന്ന് പഴുത്ത് ഇരിക്കുകയാണെങ്കിൽ പൊട്ടിച്ചെടുക്കുക, പഴുത്തിട്ടില്ലെങ്കിലും നമുക്ക് പൊട്ടിച്ച് വെച്ചാൽ അത് പഴുക്കും. അപ്പോൾ ഒരു കിളിക്കോ മറ്റൊരു ജീവികൾക്കും അത് തൊടാൻ പറ്റില്ല. 100% പ്രൊട്ടക്ഷൻ, 100% സേഫ്. ഇത് ഞാനിവിടെ ഒരുപാട് ചെയ്യുന്നുണ്ട്. പേരയ്ക്ക, അതുപോലെ ആത്തച്ചക്ക, ഏത് പഴത്തിനും നമുക്കിത് ചെയ്യാം. കുപ്പിയൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നത് പ്ലാസ്റ്റിക് നമുക്ക് റീയൂസ് ചെയ്യാം, റീസൈക്കിൾ ചെയ്യാം. അത് നല്ലതാണ്. വെറുതെ വലിച്ചെറിയുന്ന കുപ്പികളാണ് ഇതൊക്കെ. അപ്പം നമുക്കിവിടെ വീട്ടിലത് റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്യാം, പലവട്ടം റീയൂസ് ചെയ്യാം. ഞാൻ 3-4 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്ന കുപ്പികളുണ്ട്. അപ്പോൾ സേവ് ദ നേച്ചർ അതും കൂടെ അതിൻ്റെ കൂടെ നടക്കും. വെറുതെ വലിച്ചെറിഞ്ഞ് മണ്ണിൽ നശിപ്പിച്ച് കളയണ്ടല്ലോ, മണ്ണിലിട്ട് കളയണ്ടല്ലോ. അത് വളരെ യൂസ്ഫുള്ളായിട്ട് നല്ല നീറ്റായിട്ടുള്ള കുപ്പികളാണ്. ഇതൊക്കെ സ്വീറ്റ്സിൻ്റെ ബോട്ടിലുകളാണ്. നമുക്ക് ജംഗ്ഷനിലെ കടകളിലൊക്കെ പോയി ചോദിച്ചാൽ ഇഷ്ടം പോലെ കിട്ടും. അതിന് കാശൊന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് കിട്ടും. കാരണം ഇത് അവർ ഒഴിവാക്കുന്ന സാധനമാണ്. അപ്പോൾ എല്ലാവരും ഇത് വീടുകളിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 100% വിജയമാണ്. നന്ദി, നമസ്കാരം.